Hi all, today we will discuss about process framework. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോഫ്റ്റ്വെയർ പ്രോസസ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ പ്രോസസ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്ലാറ്റ്ഫോം, ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുക, അത് ഡിപ്ലോയ് ചെയ്യുക, അതായത് ഒരു സോഫ്റ്റ്വെയറിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും, ഡോക്യുമെൻറ്റേഷൻ, കോഡിങ്, എല്ലാ കാര്യങ്ങളിലും വരുന്നതാണ് ഒരു ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. നമുക്ക് അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയർ കമ്പോണൻറ്റ് .NET, ഇപ്പോൾ നിങ്ങൾ .NET ഫ്രെയിംവർക്ക് എന്ന് കേട്ടിട്ടുണ്ടാകും. .NET ഫ്രെയിംവർക്ക്, ദാറ്റ് മീൻസ് സെറ്റ് ഓഫ് സോഫ്റ്റ്വെയർ കമ്പോണൻറ്റ്സ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ കേസിൽ വരുന്ന സമയത്ത് സെറ്റ് ഓഫ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചേർന്നതാണ് ഈ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രെയിംവർക്ക് ഈസ് എ സ്റ്റാൻഡേർഡ് വേ ടു ബിൽഡ് ആൻഡ് ഡിപ്ലോയ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്ത് അത് ഡിപ്ലോയ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസറിന് അവൈലബിൾ ആക്കുക. ഓക്കെ, യൂസർ അത് യൂസ് ചെയ്യുക വേണ്ടിയിട്ട് കൊടുക്കുക. ഓക്കെ, അവർക്കത് യൂസ് ചെയ്യാം. അതായത് ഒരു സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയി, ദെൻ അത് അവർക്ക് അവൈലബിൾ ആക്കുക, ക്ലയൻസിന് കൊടുക്കുക, ദെൻ അവരത് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വെബിൻ്റെ കേസിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുക എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് വേ ഫോളോ ചെയ്യാം. അപ്പോൾ ഫ്രെയിംവർക്ക് ഈസ് എ സ്റ്റാൻഡേർഡ് വേ ടു ബിൽഡ് ആൻഡ് ഡിപ്ലോയ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ പ്രോസസ് ഫ്രെയിംവർക്കിൽ വരുന്നത് എന്താണ്, ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസ്, അതായത് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഫ്രെയിംവർക്ക് ആക്ടിവിറ്റി, ഓക്കെ, ആക്ടിവിറ്റീസ്, ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസ് ഒരു ഗ്രൂപ്പ് ഓഫ്, അല്ലെങ്കിൽ നമുക്ക് ഈ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസ് നമ്മൾ പറയും ഗ്രൂപ്പ് ഓഫ് ആക്ഷൻസ്. ഓക്കെ, ആക്ഷൻസ് ആണ്. പ്ലസ് അംബ്രല്ല ആക്ടിവിറ്റീസ്, ഇത് രണ്ടും കൂടെ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്, ഒരു പ്രോസസ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് ഈ പിക്ചർ കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, ഇപ്പോൾ ഒരു പ്രോസസ് ഫ്രെയിംവർക്കിൽ എന്തൊക്കെയുണ്ട്, ഫ്രെയിംവർക്ക് ആക്ടിവിറ്റിയും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, അംബ്രല്ല ആക്ടിവിറ്റീസും ഉണ്ട്. ഓക്കെ, ഈ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റിനെ നമ്മൾ എന്തെന്നും പറയും, ആക്ഷൻസ് എന്നും പറയും. ഓക്കെ, അപ്പം നമ്മൾ ഏത് ടൈപ്പാണെങ്കിലും, അത് ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിമ്പിൾ പ്രൊജക്റ്റോ അല്ലെങ്കിൽ കോംപ്ലക്സ് പ്രൊജക്റ്റോ ആയിക്കോട്ടെ, പിന്നെന്താണ് സൈസ്, അതൊരു ചെറിയ സൈസ് അല്ലെങ്കിൽ വലിയ സൈസ് പ്രൊജക്റ്റോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഈ ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് നമ്മൾ ഫോളോ ചെയ്യണം. ഈ ഒരു ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആപ്ലിക്കബിൾ ടു ഓൾ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ പ്രൊജക്ട്സ്. ഓക്കെ, മനസ്സിലായല്ലോ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഫ്രെയിംവർക്ക് ഈസ് എ സ്റ്റാൻഡേർഡ് വേ ടു ബിൽഡ് ആൻഡ് ഡിപ്ലോയ് ആപ്ലിക്കേഷൻസ്. എ പ്രോസസ് ഫ്രെയിംവർക്ക് എസ്റ്റാബ്ലിഷ് ദി ഫൗണ്ടേഷൻ ഫോർ എ കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ പ്രോസസ് ബൈ ഐഡൻറ്റിഫൈങ് സ്മോൾ നമ്പർ ഓഫ് ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ആപ്ലിക്കബിൾ ടു ഓൾ സോഫ്റ്റ്വെയർ projects regardless of their size or complexity. In addition, the process framework encompasses a set of umbrella activities that are applicable across the entire software process. Okay, ഇപ്പം നമ്മളുടെ ഈ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റി, ഈ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റിയിൽ വരുന്നത്, ഇപ്പം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റിയിൽ നമ്മൾ എന്താണ്, സെറ്റ് ഓഫ് ആക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെറ്റ് ഓഫ് ആക്ഷൻസ് പെർഫോം ചെയ്യും. ആ ആക്ഷൻസാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ. ഇപ്പം നമ്മൾ സോഫ്റ്റ്വെയർ പ്രോസസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, റിക്വയർമെൻറ്റ്സ്, അതായത് ആ സ്റ്റെപ്പാണ് റിക്വയർമെൻറ്റ്സ് ഗ്യാതറിങ് എന്ന് പറയുന്നത്. ഓക്കെ, റിക്വയർമെൻറ്റ്സ് ഗ്യാതറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കസ്റ്റമർക്ക് ഏത് ടൈപ്പ് പ്രൊജക്റ്റാണ് വേണ്ടത്, അവരുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്. ഓക്കെ, അതാണ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിക്വയർമെൻറ്റ്സ് ഗ്യാദർ ചെയ്യുക, അതുപോലെ തന്നെ അത് വെച്ചിട്ട് ഒരു സിസ്റ്റം പിന്നെന്താണ് ഡിസൈൻ ചെയ്യുക, കോഡ് ഡെവലപ്പ് ചെയ്യുക, ഓക്കെ, മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനത്തെ കുറേ ആക്ഷൻസ് നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ട്. അതാണ് ഈ ആക്ഷൻ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ ആക്ഷൻസിൽ വരുന്നത്. അംബ്രല്ല ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അംബ്രല്ല ആക്ടിവിറ്റീസിൽ വരുന്നത് നമ്മളുടെ ക്വാളിറ്റി അഷ്വറൻസ്, കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. എന്താണ് ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില സ്റ്റാൻഡേർഡ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പം നോക്കാം, നമുക്ക് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യാനുണ്ട്. ഓക്കെ, ആ സ്റ്റാൻഡേർഡിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ MS SQL, മൈക്രോസോഫ്റ്റ് SQL കേട്ടിട്ടുണ്ടാവും അല്ലേ, അതുപോലെ തന്നെ MySQL കേട്ടിട്ടുണ്ടാവും.
ഒറാക്കിൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, നമ്മളുടെ ഡേറ്റാബേസ് ആണ്. ഓക്കെ, മൈക്രോസോഫ്റ്റിൻ്റെതാണ് മൈക്രോസോഫ്റ്റ് SQL, സണ്ണിൻ്റെതാണ് MySQL എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഡേറ്റാബേസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ്, അതാണ് SQL, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. ഓക്കെ, SQL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്റ്റാൻഡേർഡിൻ്റെ ബേസിലാണ് ഈ ഒരു എന്താണ് ഡേറ്റാബേസ് ഒക്കെ അവർ ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, മൈക്രോസോഫ്റ്റിൻ്റെ ഡേറ്റാബേസ് MS SQL, MySQL, അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് SQL, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. ഇപ്പോൾ നമ്മളുടെ ഗോൾഡിൻ്റെ കേസിൽ, ഇപ്പോൾ നമ്മൾ ഗോൾഡിൻ്റെത് പറയുമ്പം അതിൻ്റെ ക്വാളിറ്റി നമ്മൾ പറയുന്നത് എന്താ, ഒരു ഗോൾഡിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് 916. ഓക്കെ, അപ്പോൾ 916 ഗോൾഡ് ആണെങ്കിൽ എന്താണ് അത് 22 ക്യാരറ്റ്. ഓക്കെ, അതാണ് അതിൻ്റെ ആ ഒരു ഒരു ഗോൾഡിൻ്റെ ക്വാളിറ്റി. ഇപ്പോൾ 916 ഗോൾഡ് ആണെങ്കിൽ അത് 22 ക്യാരറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാലോ അത്. അതുപോലെ തന്നെ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റി പറയുന്ന സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പം നോക്കാം. ഇപ്പം മനസ്സിലായല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡിൻ്റെ ബേസിലായിരിക്കും, ആ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ക്വാളിറ്റി അഷ്വർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ക്വാളിറ്റി. പിന്നെ അതാണ് കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ നമ്മളെ കോഡ് അതിലൊക്കെ നമ്മൾ ചേഞ്ചസ് വരുത്തുക, മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതാണ് കോൺഫിഗറേഷൻ എന്ന്. ഓക്കെ, അതായത് നമ്മളുടെ കോഡിലും ഡോക്യുമെൻറ്റേഷനിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ഒരു സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റിൽ പറയുന്നത്. ഇപ്പം മനസ്സിലായല്ലോ. ഒരു പ്രോസസ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് അംബ്രല്ല ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആക്ഷൻസ് കൂടിയതാണ്. ഇപ്പം ഫ്രെയിംവർക്ക് ആക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ് ഗ്യാതറിങ്, ഇങ്ങനെ ഡിസൈൻ ചെയ്യുക, കോഡ് ഡെവലപ്പ് ചെയ്യുക, അത് ടെസ്റ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെയാണ് വരുന്നത്. ഓക്കെ, അംബ്രല്ല ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ക്വാളിറ്റി അഷ്വർ ചെയ്യുക, അതുപോലെ തന്നെ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ്, അങ്ങനത്തെ ഒക്കെയാണ്. അപ്പോൾ അതാണ് ഒരു പ്രോസസ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. ഓക്കെ, each framework activity is populated by a set of software engineering actions. Okay, a collection of related tasks that produces a major software engineering work product. Design is a software engineering action. Okay, each action is populated with the individual work task that is accomplished some part of the work implied by the action. A generic process framework encompasses 5 activities which are given below one by one. Okay, അപ്പോൾ നമ്മളുടെ ഒരു ഫ്രെയിംവർക്ക് അതിൽ ഉണ്ടായിരിക്കുന്ന ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, ഞാൻ പറഞ്ഞല്ലോ, കസ്റ്റമേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദെൻ അതായത് റിക്വയർമെൻറ്റ്സ് ഗ്യാതറിങ്. ഓക്കെ, ഇൻ ദിസ് ആക്ടിവിറ്റി ഹെവി കമ്മ്യൂണിക്കേഷൻ വിത്ത് കസ്റ്റമേഴ്സ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിക്വയർമെൻറ്റ് ഗ്യാതറിങ് ഈസ് ഡൺ. നെക്സ്റ്റ് സ്റ്റേറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നതാണ്. പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അവരുടെ ആവശ്യങ്ങളൊക്കെ കിട്ടി, അപ്പോൾ അവർക്ക് ഇന്ന ഡേറ്റിന് അപ്പോൾ അവർ പറയാൻ ഞങ്ങൾക്ക് 2 മാസം അല്ലെങ്കിൽ 3 മാസം അപ്പോഴത്തേക്ക് നമുക്കിത് കിട്ടണം. അപ്പോൾ നമ്മൾ ഓരോ ഫേസസും ഷെഡ്യൂള് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഷെഡ്യൂളിങ് കാര്യങ്ങളാണ്. എന്തൊക്കെ റിസോഴ്സസ് ഇതിന് ആവശ്യമായിട്ടുണ്ട്. അപ്പം നിങ്ങളിപ്പം പ്രൊജക്റ്റ് ചെയ്യാൻ പോവുക, അപ്പോൾ നിങ്ങളൊരു IoT പ്രൊജക്റ്റാണ് എടുക്കുന്നതെങ്കിൽ അപ്പോൾ അതിന് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ എത്ര ടൈപ്പ് സെൻസേഴ്സ് വേണം എന്നൊക്കെ നിങ്ങൾ കളക്ട് ചെയ്യും. ഓക്കെ, അതാണ് റിസോഴ്സസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇൻ ദിസ് ആക്ടിവിറ്റി വി ഡിസ്കസ് ദി ടെക്നിക്കൽ റിലേറ്റഡ് ടാസ്ക്, വർക്ക് ഷെഡ്യൂൾ, റിസ്ക്, റിക്വയർഡ് റിസോഴ്സസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ എന്തൊക്കെ റിസ്ക് ആണ് ഇതിൽ വരാൻ പോകുന്നത് അത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മോഡലിംഗ്. മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോഡലിംഗ് ഈസ് അബൌട്ട് ബിൽഡിംഗ് റെപ്രസെൻറ്റേഷൻ ഓഫ് things in the real world. In modeling activity, a product's model is created in order to better understanding the requirements. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഡിസൈൻ ചെയ്യും. ഓക്കെ, നമ്മളുടെ സോഫ്റ്റ്വെയർ ഇങ്ങനെ വേണം, ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഓക്കെ,
ദെൻ മോഡലിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിസൈൻ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആക്ച്വൽ ബിൽഡിംഗ് ഓഫ് ദി ഓക്കെ ദി ആക്ടിവിറ്റി കമ്പൈൻസ് കോഡ് ജനറേഷൻ. അതായത് നമ്മൾ കോഡ് എഴുതി തുടങ്ങും. അതായത് മാനുവൽ ഓർ ഓട്ടോമേറ്റഡ് ആൻഡ് ടെസ്റ്റിംഗ് ദാറ്റ് ഇസ് റിക്വയർഡ് ടു അൺകവർ എറേഴ്സ് ഇൻ ദി കോഡ്. ഇപ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്യും. ഇപ്പം നമുക്ക് പലതരം ടൈപ്പ് ടെസ്റ്റിംഗ് ഉണ്ട്. യൂണിറ്റ് ടെസ്റ്റിംഗ്, അതായത് നമ്മളൊരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൊഡ്യൂളിൽ എന്തെങ്കിലും എറർ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യും. ഓക്കെ, ദെൻ പറയുന്നതാണ് ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എന്താണ്? കസ്റ്റമറിന് കൊടുക്കുക, അവർക്ക് ഇവാലുവേഷന് വേണ്ടിയിട്ട്. സോഫ്റ്റ്വെയർ ആസ് എ കംപ്ലീറ്റ് എൻറ്റിറ്റി ഓർ ആസ് എ പാർഷ്യലി കംപ്ലീറ്റഡ് ഇൻക്രിമെൻറ്റ് ഈസ് ഡെലിവേർഡ് ടു ദി കസ്റ്റമർ ഹു ഇവാലുവേഷൻ. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് ആക്ഷൻസ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ആക്ഷൻസിൽ നമ്മൾ ടാസ്ക് സെറ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടാസ്ക് സെറ്റിൽ വരുന്നതാണ് വർക്ക് ടാസ്ക്. ഓക്കെ, എന്തൊക്കെ വർക്ക് ടാസ്ക് ആണുള്ളത്? വർക്ക് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്കം ഡെലിവറബിൾ, അതാണ് നമ്മൾ വർക്ക് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. പിന്നെ ക്വാളിറ്റി അഷ്വറൻസ് പോയിൻറ്റ്സ്, ഓക്കെ, പ്രൊജക്റ്റ് മൈൽ സ്റ്റോൺ, അതൊക്കെയാണ് അതിൽ പറയുന്നത്. ഓക്കെ, ഇതാണ് ഇവിടെ പറയുന്നത്. ഐഡൻറ്റിഫൈങ് ദി ടാസ്ക് സെറ്റ്. എ ടാസ്ക് സെറ്റ് ഐഡൻറ്റിഫൈസ് ദി ആക്ച്വൽ വർക്ക് to be done to accomplish the objectives of a software engineering action. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റ്, ഇപ്പോൾ അതൊരു സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ്, ഇതെന്തിനു വേണ്ടിയിട്ടുള്ള ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ഇതെന്തിനാണ് ഈ ഒരു സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മളൊരു കോളേജ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താ? ഇതിപ്പോൾ ഒരു കോളേജിലുള്ള ആ ഒരു വർക്കിങ്ങും കാര്യങ്ങളൊക്കെ, ഓക്കെ, കുട്ടികൾക്ക് ഫീസ് പേ ചെയ്യാൻ പറ്റുക, അവരുടെ മാർക്ക് ലിസ്റ്റ് കാണാൻ പറ്റുക, ടീച്ചേഴ്സിന് സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യാൻ പറ്റുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒരു കോളേജിലെ ലൈബ്രറി മാനേജ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും. ഓക്കെ, അങ്ങനെ അതാണ് എന്ത് നമ്മളൊരു ആ ഒരു പ്രൊജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടാസ്ക് സെറ്റ് ആക്ച്വൽ വർക്ക് ടു ബി, എന്തൊക്കെയാണ് ഒരു പ്രൊജക്റ്റിൽ ചെയ്യേണ്ടത് അതൊക്കെ അക്കംപ്ലിഷ് ചെയ്യുക. ആ സോഫ്റ്റ്വെയർ പ്രൊജക്റ്റിൻ്റെ എന്താണ് ആ ഒരു ഒബ്ജക്റ്റീവ് അക്കംപ്ലിഷ് ചെയ്യുക, അതാണ് ടാസ്ക് സെറ്റ് എന്ന് പറയുന്നത്. എ ടാസ്ക് സെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വർക്ക് ടാസ്ക്. ഓക്കെ, വർക്ക് ടാസ്ക് ഉണ്ടായില്ല, എന്തൊക്കെ ടാസ്ക്കാണ് പെർഫോം ചെയ്യേണ്ടത്, പിന്നെ മൈൽ സ്റ്റോൺസ് ആൻഡ് ഡെലിവറബിൾസ്, അതായത് പ്രോഡക്ട്സ് ദാറ്റ് മസ്റ്റ് ബി അക്കംപ്ലിഷ് ടു കംപ്ലീറ്റ് എ പെർട്ടിക്കുലർ project. The task set to be chosen must provide enough discipline to achieve high software quality. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് വേണം. തോന്നിയ പോലെയൊന്നും ചെയ്യാൻ പാടില്ല. കുറേ സ്റ്റെപ്സും കുറേ സ്റ്റാൻഡേർഡ്സും അങ്ങനത്തെ ഒക്കെ ഫോളോ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമാണ് ക്വാളിറ്റി അഷ്യൂർ ചെയ്യുള്ളൂ. ഓക്കെ, ബട്ട് അറ്റ് ദി സെയിം ടൈം ഇറ്റ് മസ്റ്റ് നോട്ട് ബേർഡൺ ദി പ്രൊജക്ട് ടീം വിത്ത് അൺനെസസറി വർക്ക്. പക്ഷേ അതൊരിക്കലും പ്രൊജക്ട് ടീമിന് എന്താവാൻ പാടില്ല, ബേർഡൻ ആവാൻ പാടില്ല വിത്ത് അൺനെസസറി വർക്ക്. ഓക്കെ, ലിസ്റ്റ് ഓഫ് ടാസ്ക് ടു ബി അക്കംപ്ലിഷ് നമ്മൾ പറഞ്ഞതാണ്. എ ലിസ്റ്റ് ഓഫ് വർക്ക് പ്രൊഡക്ട്സ് ടു ബി പ്രൊഡ്യൂസ്ഡ്, എ ലിസ്റ്റ് ഓഫ് ക്വാളിറ്റി അഷ്വറൻസ് ഫിൽറ്റേഴ്സ് ടു ബി അപ്ലൈഡ്. ഓക്കെ, ദെൻ അംബ്രല്ല ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ്, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം കാരണം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. റിസ്ക് മാനേജ്മെൻറ്റ്, ഇപ്പോൾ ഈ പ്രൊജക്റ്റിൽ വരുന്ന എന്തൊക്കെ റിസ്ക് ആണോ അതിൻ്റെ ഒക്കെ മാനേജ്മെൻറ്റ്, പിന്നെ സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷ്വറൻസ്, ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊജക്റ്റ് കിട്ടുള്ളൂ. ദെൻ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ്സ്. ഓക്കെ, അതായത് കോഡിൽ അതുപോലെ ഡോക്യുമെൻ്റ് ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അതൊക്കെ മാനേജ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, അതൊക്കെയാണ് കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് പറയുന്നത്. മെഷർമെൻറ്റ്സ്, പിന്നെ ടെക്നിക്കൽ റിവ്യൂസ്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, അപ്പം പറയാം. നെക്സ്റ്റ് പറയുന്നത് പ്രോസസ് പാറ്റേൺ ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ഓക്കെ, പ്രോസസ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസ്, അതാണ് പാറ്റേൺ. ഞാൻ വായിക്കാം. ഓക്കെ, ആസ് എ സോഫ്റ്റ്വെയർ ടീം മൂവ്സ് ത്രൂ ദി സോഫ്റ്റ്വെയർ പ്രോസസ് ദേ എൻകൗണ്ടർ പ്രോബ്ലംസ്. Okay, it would be very useful if solution to these problems were readily available so that problems can be solved quickly. Okay, അപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പലതരം പ്രോബ്ലംസ് വരും. അപ്പോൾ ഈ ഇങ്ങനത്തെ പ്രോബ്ലംസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എങ്ങനത്തെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനുള്ള സൊല്യൂഷൻസും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി നോൺ ആണെങ്കിൽ നമുക്ക് നമ്മളുടെ പ്രൊജക്റ്റിൽ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ,
അപ്പം process-related problems which are encountered during software engineering work, it identifies the encountered problem and in which environment it is found, then it will suggest proven solution to the problem. They all are described by process pattern. മനസ്സിലായല്ലോ പ്രോസസ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോസസ്സ് റിലേറ്റഡ് വർക്ക്, അതായത് എന്തെങ്കിലും പ്രോബ്ലംസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് സിറ്റുവേഷനിലാണ് ആ ഒരു പ്രോബ്ലം വന്നത്, ഏത് എൻവിറോൺമെൻറ്റിലാണ് വെച്ചാണ് അത് ആ ഒരു പ്രോബ്ലം വന്നത്, അതിൻ്റെ പ്രോബ്ലം, ആ പ്രോബ്ലവും അതിൻ്റെ സൊല്യൂഷനും, അതാണ് എന്തെന്ന് പറയുന്നത് പ്രോസസ് പാറ്റേണിൽ പറയുന്നത്. ഓക്കെ, ബൈ സോൾവിങ് പ്രോബ്ലംസ് എ സോഫ്റ്റ്വെയർ ടീം ക്യാൻ കൺസ്ട്രക്ട് പ്രോസസ് ദാറ്റ് ബെസ്റ്റ് മീറ്റ്സ് needs of project. Okay, uses of the process pattern at any level of abstraction, pattern can be defined. They can be used to, അപ്പോൾ ഏതൊരു സ്റ്റേജിലും, അപ്പോൾ അത് കമ്മ്യൂണിക്കേഷൻ, അതായത് റിക്വയർമെൻറ്റ്സ് ഗ്യാതറിങ്ങിലായിക്കോട്ടെ, പ്ലാനിങ്ങിലായിക്കോട്ടെ, ഡിസൈനിലായിക്കോട്ടെ, ഏതൊരു ഫേസിലും എന്താണ് നമുക്ക് ഈ പാറ്റേൺ, അതായത് സെറ്റ് ഓഫ് പ്രോബ്ലംസ്, ആ ഒരു പാർട്ടിൽ വരാൻ പറ്റുന്ന പ്രോബ്ലംസും അതിൻ്റെ സൊല്യൂഷൻസും നമുക്ക് പറഞ്ഞു വയ്ക്കാം. ഓക്കെ, they can be used to describe a problem and solution associated with the framework activity in some situations, while in other situations pattern can be used to describe a problem and solution associated with the complete process model. ഓക്കെ, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് പ്രോസസ് മോഡലിൽ എന്തൊക്കെ എറേഴ്സ്, അതിൻ്റെ സൊല്യൂഷൻസൊക്കെ നമുക്ക് പറഞ്ഞു വയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു പാറ്റേണിൻ്റെ ടെംപ്ലേറ്റ്, ഓക്കെ എന്ന് പറയുമ്പം അതിൽ എന്തുണ്ടായിരിക്കും, ഒരു പാറ്റേൺ നെയിം ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ഒരു നെയിം, ഇപ്പം പ്ലാനിങ്ങിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ പ്ലാനിങ് പാറ്റേൺ എന്ന് കൊടുക്കും. ഡിസൈൻ്റെ കേസിലാണ് അപ്പോൾ എന്തൊക്കെ എറർ വരാം, അതിൻ്റെ സൊല്യൂഷൻസ് എന്താണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഡിസൈൻ പാറ്റേൺ എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ടെക്നിക്കൽ, ആ കേസിനാണ് നമ്മൾ ടെക്നിക്കൽ റിവ്യൂസ്, എന്തെങ്കിലും ഒരു ആൻറ്റിഫൈഡ് ആയിട്ടുള്ള ഒരു നെയിം കൊടുക്കുക. ഓക്കെ, ആൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു നെയിം കൊടുക്കുക, അതാണ് പാറ്റേൺ നെയിം എന്ന് പറയുന്നത്. ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദി ഇഷ്യൂസ് ദാറ്റ് മേക്ക് പ്രോബ്ലം വിസിബിൾ ആൻഡ് മേക്ക് എഫക്ട്സ് ഇസ് സൊല്യൂഷൻ, ഓൾസോ എൻവിറോൺമെൻറ്റ് ഇൻ വിച്ച് പാറ്റേൺ ഈസ് എൻകൗണ്ടേർഡ്. ഓക്കെ, അതാണ് ഫോഴ്സസിൽ പറയുന്നത്. അടുത്തത് 3 ടൈപ്സ് ആണ് നമ്മളുടെ പാറ്റേൺ ഉള്ളത്. ഒന്ന് സ്റ്റേജ് പാറ്റേൺ, രണ്ടാമത്തത് ടാസ്ക് പാറ്റേൺ, മൂന്നാമത്തത് ഫേസ് പാറ്റേൺ. ഓക്കെ, ടാസ്ക് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ സെറ്റ് ഓഫ് ആക്ഷൻസിൽ, അതാണ് പറയുന്നത് ആക്ഷൻസ്, അതായത് റിക്വയർമെൻറ്റ് ഗ്യാതറിങ് എന്ന് പറഞ്ഞിട്ടുള്ള ടാസ്ക് പെർഫോം ചെയ്യുമ്പം എറേഴ്സും അത് പ്രോബ്ലംസ് എന്തൊക്കെ വരാം, കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് ഗ്യാതർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ എറേഴ്സ് വരാം, അതിൻ്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണ്, അതാണ് ടാസ്ക് പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേജ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഫ്രെയിം, അപ്പോൾ നമുക്കൊരു ടാസ്ക്, നമ്മൾ പറഞ്ഞല്ലോ ഒരു ഫ്രെയിം ആക്ടിവിറ്റി, അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ടാസ്ക് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫ്രെയിം വർക്ക് ആക്ടിവിറ്റി ഫോർ എ പ്രോസസ് ഡിസ്ക്രൈബ്ഡ് ബൈ സ്റ്റേജ് pattern, problem associated with a framework activity. Okay, establishing communication might be an example of stage pattern. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ, അപ്പം ഫ്രെയിംവർക്കിൻ്റെ മെയിൻ ആക്ടിവിറ്റിയിൽ വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിൻ്റെ പാർട്ടാണ്, നമ്മളെ ടാസ്ക് പാറ്റേണിൻ്റെ പാർട്ടാണ്. ഓക്കെ, ദിസ് പാറ്റേൺ വുഡ് ഇൻകോർപ്പറേറ്റ് ടാസ്ക് പാറ്റേൺ, റിക്വയർമെൻറ്റ്സ് ഗ്യാതറിങ് ആൻഡ് അതേഴ്സ്. ഓക്കെ, അടുത്തത് ഫേസ് പാറ്റേൺ. ഫേസ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുൾ പ്രോസസ്സിൽ, ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രോസസ് മോഡൽസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഇപ്പം സ്പൈറൽ മോഡൽ ഓർ പ്രോട്ടോടൈപ്പിംഗ് മോഡൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഫേസ് പാറ്റേണിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇപ്പം നമ്മൾ സ്പൈറൽ മോഡലും പ്രോട്ടോടൈപ്പിംഗ് മോഡലൊക്കെ പഠിക്കുക, അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പം ഒരു ഓവറോൾ ഫ്ലോ ഓഫ് ആക്ടിവിറ്റീസ്, അതായത് ഇപ്പം പ്രോട്ടോടൈപ്പിൻ്റെ കേസിലാണെങ്കിൽ കുറേ റിക്വയർമെൻറ്റ്സ്, ഇപ്പം കസ്റ്റമറിൽ നിന്ന് കിട്ടിയ കുറേ റിക്വയർമെൻറ്റ്സ് വെച്ചിട്ട് നമ്മളൊരു ഫേസ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു ഫേസിൽ എന്തൊക്കെ, ദെൻ അതിനുശേഷം എന്തൊക്കെ എറേഴ്സ് ഉണ്ട് അതൊക്കെ സോൾവ് ചെയ്യും. ദെൻ വേറെ കുറേ റിക്വയർമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് ഫേസ്, വേറൊരു ഫേസ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഇതാണ് ഇൻക്രിമെൻ്റൽ മോഡൽ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഐട്രേറ്റീവ് മോഡൽ എന്നൊക്കെ പറയുന്നത്. ദെൻ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഇത് ഒരൊറ്റൊരു ഫേസ് ആവും. ഓക്കെ, അപ്പം അതാണ് ഫേസ് പാറ്റേൺ. ഈവൻ വെൻ ദി ഓവറോൾ ഫ്ലോ ഓഫ് ആക്ടിവിറ്റീസ് ആർ ഐറ്ററേറ്റീവ് ഇൻ നേച്ചർ, ഇറ്റ് ഡിഫൈൻസ് സീക്വൻസ് ഓഫ് ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസ് ദാറ്റ് ഒക്കേഴ്സ് വിത്തിൻ പ്രോസസ്.
ദെൻ ഇതിൽ പറയുന്നത് വേറെ ഒന്നാണ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇനിഷ്യൽ കോണ്ടെക്സ്റ്റും ഉണ്ട്, റിസൾട്ടിങ് കോണ്ടെക്സ്റ്റും ഉണ്ട്. ഓക്കെ, ഇനിഷ്യൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന സമയത്ത് അതിൽ വരുന്നത് എന്തൊക്കെയാണ്? നമ്മളൊരു പാറ്റേൺ ഇനിഷ്യലൈസേഷൻ ചെയ്യുന്നതിന് മുന്നേ വരുന്നതാണ് ഒരു ഇനിഷ്യൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എൻട്രി സ്റ്റേറ്റ് ഫോർ ദി പ്രോസസ്സ് എന്താണ്? ഓക്കെ, ഫോർ എക്സാമ്പിൾ പ്ലാനിംഗ് പാറ്റേൺ റിക്വയർസ് ദാറ്റ് കൊളാബറേറ്റീവ് കമ്മ്യൂണിക്കേഷൻ ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ് ബിറ്റ്വീൻ കസ്റ്റമേഴ്സ് ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്. ഓക്കെ, അപ്പം പ്ലാനിംഗ് പാറ്റേൺ നമ്മൾ പറഞ്ഞു ഷെഡ്യൂളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്ലാനിംഗ് പാറ്റേണിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ റിക്വയർമെൻറ്റ്സ് ഗ്യാതറിംഗ് ആണ്. മനസ്സിലായോ? അപ്പം ഈ ഒരു ഫേസിലേക്ക് പ്ലാനിംഗ് പാറ്റേണിലേക്ക് നമ്മൾ വരുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് റിക്വയർമെൻറ്റ്സ് ഗ്യാതറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതാണ് കൊളാബറേറ്റീവ് കമ്മ്യൂണിക്കേഷൻ ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ് ബിറ്റ്വീൻ കസ്റ്റമേഴ്സ് ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്. Okay, successful completion of number of task patterns for the communication pattern has occurred. Okay, അപ്പോൾ അതിൽ വരുന്ന പ്രോബ്ലംസും അതിൻ്റെ സൊല്യൂഷൻസും ഒക്കെ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ആ ഒരു ആക്ഷനിൽ, അതായത് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ആക്ഷനിൽ നമ്മൾ പെർഫോം ചെയ്യണം. ദി പ്രൊജക്ട് കൺസ്ട്രെയിൻസ് ബേസിക് റിക്വയർമെൻറ്റ്സ് ആൻഡ് പ്രൊജക്ട് സ്കോപ്പ് ആർ നോൺ. ഓക്കെ, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അതാണ് പ്രയർ എന്ന് പറയാൻ. അപ്പോൾ പ്ലാനിംഗ് എന്ന് പറഞ്ഞ പാറ്റേൺ, അതായത് നെക്സ്റ്റ് ഫസ്റ്റ് റിക്വയർമെൻറ്റ്സ് ഗ്യാതറിംഗ് ആണ്, പിന്നെയാണ് എന്തെന്ന് പറയുന്നത് പ്ലാനിങ്ങിൽ വരുന്നത്. അപ്പം പ്ലാനിങ് പാറ്റേൺ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഇനിഷ്യൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ മുന്നുള്ള ഫേസ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ പിന്നെ എന്താ പറയുന്നത്? അപ്പം അതാണ് ഈ ഒരു കേസിൽ ഇനിഷ്യൽ കോണ്ടെക്സ്റ്റിൽ പറയുന്നത്. ഓക്കെ, റിസൾട്ടിങ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പാറ്റേൺ സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം. ഓക്കെ, വൺസ് പാറ്റേൺ ഹാസ് ബീൻ സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റഡ് ഇറ്റ് ഡിസ്ക്രൈബ്സ് കണ്ടീഷൻസ്. ഓക്കെ, അതിൽ കണ്ടീഷൻസ് നമ്മൾ പറയും. ഓക്കെ, അതാണ് റിസൾട്ടിങ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റിലേറ്റഡ് പാറ്റേൺ. റിലേറ്റഡ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Provide a list of all process patterns that are directly related to this one. It can be represented in hierarchy or in some other diagrammatic form. Okay, related pattern. അപ്പം ഒന്നിൽ നിന്ന് ഒരു പ്രോബ്ലം അതിൻ്റെ സൊല്യൂഷനും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള നെക്സ്റ്റ് ഫേസിൽ വരുന്ന പ്രോബ്ലംസും സൊല്യൂഷൻസും, അതാണ് റിലേറ്റഡ് പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് പ്രോസസ് ഫ്രെയിം വർക്കിൽ വരുന്നത്. ഓക്കെ.